ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ വൈദിക ശ്രേഷ്ഠരെ, എന്നെ കേൾക്കുന്ന ഏവരുമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവപുത്രന് മാതാവാകുവാൻ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യക മറിയാം ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുകയും പിന്നീട് ഒരമ്മയുടെ ശ്രേഷ്ഠ ദൗത്യങ്ങളെല്ലാം നിർവഹിക്കുകയും കർത്താവിൻ്റെ ഇഹലോക വ്യാപാര കാലത്ത് സദാ സഹയാത്രികയായി പ്രിയ മകനെ അനുയായം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ 15 ദിവസത്തെ നോമ്പിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ തിന്മ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വിധി അല്ലെങ്കിൽ ഒരു ഫേറ്റ്. ഒരാൾക്കൊരു നന്മ വരുമ്പോൾ പറയും അതവരുടെ യോഗമാണ് അല്ലെങ്കിൽ അതവൻ്റെ ഭാഗ്യമാണെന്ന്. ദൈവാശ്രയത്തിൽ കഴിയുന്നവർക്ക് ജീവിതത്തിൽ വന്നുകൂടുന്ന ഏത് സാഹചര്യവും, അത് സന്തോഷത്തിനാണെങ്കിലും ദുഃഖത്തിനാണെങ്കിലും അല്ല ജീവിതത്തിൽ വന്നൊരു പ്രതിസന്ധി ഘട്ടമാണെങ്കിലും അതെല്ലാം ദൈവനിയോഗമാണ്. കാരണം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ നിങ്ങളുടെ തലയിലെ രോമമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട. ഇവിടെയാണ് കന്യക മറിയാമിന്റെ ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് നടത്തിയ തീരുമാനങ്ങളുടെ പ്രസക്തി. വിശുദ്ധ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മാതാവിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ചില സിറ്റുവേഷൻസ് നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഗബ്രിയേൽ ദൂതൻ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ മറിയ എന്നു പേരുള്ള കന്യകയുടെ അടുക്കൽ എത്തി. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. 12-13 വയസ്സുള്ള ഒരു ബാലികയുടെ അടുക്കലേക്ക് പെട്ടെന്നൊരു ദിവസം ഒരു മാലാഹ പ്രത്യക്ഷപ്പെട്ട് കൃപ ലഭിച്ചവളെ എന്ന് വിളിക്കുന്നു, ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറയുന്നു. 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ബട്ട് വെൻ ഷീ സോ ഹിം ഷീ വാസ് ട്രബിൾഡ് അറ്റ് ഹിസ് സെയിങ്. ശരിയാ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കിയാലും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായാലുള്ള കോൺസിക്വൻസ്, ആ ഒരു സമൂഹത്തിൽ തന്നെ കാണാൻ സാധ്യതയുള്ള ആ ഒരു രീതി, തനിക്കുണ്ടാകാൻ സാധ്യതയുള്ള അവഗണന, വിഷമങ്ങൾ, ആ ഒരു നിമിഷം അതെല്ലാം മനസ്സിൽ കൂടെ ഒന്ന് മിന്നി മാഞ്ഞിട്ടുണ്ടാകാം. എന്നാലും മാതാവ് അതിനെയൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് ധൈര്യത്തോടെ ഉറച്ച തീരുമാനവുമായാണ് കന്യക മുന്നോട്ട് പോകുന്നത്. കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവമാതാവ് തൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തെ അതിനെ തൻ്റെ വിധിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതിസന്ധിയോ ആണെന്ന് വിചാരിക്കാതെ ഇത് തൻ്റെ ഒരു നിയോഗമാണ് എന്ന് വിചാരിച്ച് അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ധൈര്യമായാണ് മാതാവ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഞാൻ മാതാവിനെ കാണുന്ന ഒരു സിറ്റുവേഷൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്തെ ആദ്യത്തെ അത്ഭുതം, കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു പോരാതെ വരികയിൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷകരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അനുസരിക്കുവീൻ എന്ന് പറഞ്ഞു, അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഒന്ന് പ്ലേസ് ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട ഒരാളോട്, മകനോട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞു, ഇതൊന്ന് സാധിച്ചു തരണമെന്ന്. പക്ഷെ അവിടെ ഒരു ഡിനയലാണ് മാതാവിന് കിട്ടിയത്. ആ സിറ്റുവേഷനിൽ മാതാവ്, ശരി, ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അല്ലെങ്കിൽ നിരാശയായി ഞാൻ പറഞ്ഞിട്ടും അത് കൺസിഡർ ചെയ്തില്ല എന്ന് വിഷമിച്ച് മാറി നിൽക്കാതെ യേശുക്രിസ്തു അതിൽ പ്രവർത്തിക്കുമെന്നുള്ള ധൈര്യത്തോടുകൂടി ശുശ്രൂഷകരോട് പറയുന്നത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അപ്രകാരം ചെയ്തു കൊള്ളുവീൻ.
നമ്മുടെ ജീവിതത്തിലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകാം. ജീവിതത്തിലൊരു മാറ്റത്തിന് വേണ്ടി, മേ ബി ഒരു ജോലി, അല്ലെങ്കിൽ ഒരു നല്ല വീട്, എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹത്തിന് വേണ്ടി, അല്ലെ കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. നിരന്തരമായൊരു ആവശ്യം വെക്കുന്നുണ്ടാകാം. അത് കേട്ടോ കേട്ടില്ലയോ, തള്ളപ്പെട്ടോ എന്ന് നമുക്കൊരു യെസോ നോയോ കിട്ടാത്തൊരു സിറ്റുവേഷൻസിൽ ഉണ്ടായിട്ടുണ്ടാകാം ജീവിതത്തിൽ. ആ സമയത്തൊന്നും അതൊന്നും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ പാടില്ല. ധൈര്യത്തോടെ മുന്നോട്ടേക്ക് നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കറിയാവുന്ന ഒരു അത്ഭുതമാണ് കനാന്യ സ്ത്രീയുടെ അത്ഭുതം. ഭൂതങ്ങൾ ബാധിച്ച തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ പുറകെ റിക്വസ്റ്റും കൊണ്ട് ആ അമ്മ പോകുന്നുണ്ട്. ദൈവം ഇത് കേൾക്കുന്നുണ്ടെങ്കിലും റെസ്പോണ്ട് ചെയ്യാതെ മുന്നോട്ട് നടന്നു പോകുന്നു. ആ സ്ത്രീയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിക്വസ്റ്റിൽ ശിഷ്യന്മാർ പോലും പറയുന്നുണ്ട്, നമ്മളെ അവർ ബുദ്ധിമുട്ടിക്കുകയാണ്, അവിടെ കാര്യം ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോഴും യേശുക്രിസ്തു ഒന്നും മിണ്ടാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതൊരു വിശ്വാസ പരീക്ഷണമാണ്. ആ ഒരു വിശ്വാസ പരീക്ഷണത്തിന് കഴിഞ്ഞു കഴിയുമ്പോൾ യേശുക്രിസ്തു തൊടുകയോ ആ ബാലികയെ നേരിട്ട് കാണുകയോ ചെയ്യാതെ ഒരു വാക്കിലൂടെ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുന്നു. ഇതുപോലത്തെ ഒരു വിശ്വാസ പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. പിന്നീട് ഞാൻ മാതാവിനെ കാണുന്ന ഒരു സിറ്റുവേഷൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായമാണ്. തൻ്റെ ഏകജാതനായ മകനെ പട്ടാളക്കാരെ പിടിച്ചുകൊണ്ട് പോവുകയും ഉപദ്രവിക്കുകയും മുൾക്കിരീടം ധരിപ്പിക്കുകയും ചാട്ടവാറിൻ്റെ അടികൾ കൊടുക്കുകയും എന്നിട്ട് എടുക്കാൻ വഹിക്കാൻ കൂടാതെ ആ ഭാരമുള്ള മരക്കുരിശുമേന്തി യേശുക്രിസ്തുവിനെ നടത്തി തലയോടിടം എന്ന പേരുള്ള സ്ഥലത്തെത്തി അവിടെ തടിക്കുരിശിന്മേൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് നിൽക്കുന്ന മകൻ, ആ മകന്റെ അരികത്ത് നിൽക്കുന്ന അമ്മ. യേശുക്രിസ്തുവിനെ പട്ടാൾക്കാരെ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും യേശുവിനെ തള്ളി പറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടായി. പക്ഷേ മറ്റുള്ളവർ പുച്ഛിക്കുകയും ഉപദ്രവിക്കുകയും തൻ്റെ മകനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സിറ്റുവേഷനിലും പതറാതെ എൻ്റെ സാന്നിധ്യം മകന് വേണമെന്ന് മനസ്സിലാക്കി വിഷമിച്ച് മാറി നിൽക്കാതെ മകൻ്റെ കൂടെ തന്നെ നിന്ന് കറേജിയസ് ആയിട്ടുള്ള വുമൺ. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചില സിറ്റുവേഷൻസ് വരും. അത് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്ന് മനുഷ്യബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതൊരു വേർപാടാകാം, പെട്ടെന്നൊരു അസുഖം ഡയഗ്നോസ് ചെയ്തതാകാം. അങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാകാം. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിലും ധൈര്യത്തോടെ നിൽക്കാനാണ് മാതാവ് നമ്മെ ഇവിടെ കാണിച്ചു തരുന്നത്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സന്തോഷത്തിനാണെങ്കിലും ദുഃഖത്തിനാണെങ്കിലും അതൊരു പ്രതിസന്ധിയാണെങ്കിലും ഇനി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതാണെങ്കിലും എൻ്റെ തമ്പുരാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് മാതാവ് നമ്മളെ കാണിക്കുന്നത്. സഹനങ്ങളിൽ ദൈവമാതാവിനെ മാതൃകയാക്കി അനുഗമിക്കുകയും എല്ലാത്തിനും മഹത്തായ ഒരു ലക്ഷ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ദൃഷ്ടി പതിപ്പിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യണം. നമുക്കെല്ലാവർക്കും പരിചിതവും കാണപ്പടം അറിയാവുന്ന സങ്കീർത്തനമാണ് സങ്കീർത്തനം 23-ാം അധ്യായം. അതിൻ്റെ 4-ാം വാക്യം ഇപ്രകാരമാണ്: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വിശ്വസതയോടെ ധീരരായിരിക്കാനാണ് പരിശുദ്ധ ദൈവമാതാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. വിശ്വാസത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും മനോബലത്തിൻ്റെ വിസ്മയമായ വിശുദ്ധ ദൈവമാതാവ് ഈ ശൂനോയ പെരുന്നാൾ ആചരണത്തിൽ കൂടെ കൂടുതൽ വെളിച്ചത്തിലേക്കും തെളിമയിലേക്കും എളിമയിലേക്കും ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെ നയിക്കുമാറാകട്ടെ. ജീവിതത്തിലെ വിശ്വാസ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തളരാതെ മാതാവിനെ നോക്കി ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. എനിക്ക് ഇപ്രകാരം എൻ്റെ എളിയ ചിന്തകളെ പങ്കുവയ്ക്കുവാനായിട്ട് ഒരു സാഹചര്യം ഒരുക്കി തന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സാലികൊച്ചമ്മയോടും ഉള്ള നന്ദിയെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നന്ദി.